ഹായ്, ഒരു പുതിയൊരു അപ്ഡേറ്റ് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പുതിയ അപ്ഡേറ്റ് എന്ന് വെച്ചാൽ ഇപ്പോഴും പുതിയതായിട്ടൊക്കെ നമ്മുടെ ചാനലിലോട്ട് പഠിക്കാൻ വരുന്ന ആൾക്കാർക്ക് ഉള്ളൊരു സന്തോഷ വാർത്തയാണ്. ബേസിക് കോഡിങ് പഠിക്കാൻ വരുന്ന ആൾക്കാർക്കുള്ള. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിപ്പോൾ ഉള്ളത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ ഇപ്പോൾ ദുബായിലാണുള്ളത്. അമ്മ പണ്ട് മുതലേ പറയാറുണ്ടായിരുന്നു, അതായത് ദുബായ് ഒന്ന് കാണണം. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അമ്മയുടെ ആങ്ങളമാരൊക്കെ ദുബായിലായിരുന്നു വർക്ക് ചെയ്തിരുന്നൊക്കെ. അപ്പോൾ അന്ന് മുതലുള്ള ആഗ്രഹമാണ് ദുബായ് കാണണം, ദുബായിൽ ഒന്ന് പോകണം എന്നൊക്കെ. പക്ഷെ അമ്മ ഒരിക്കലും വിചാരിച്ചിട്ടില്ല അമ്മേനെ നമ്മൾ ഫാമിലിയായിട്ട് നമ്മൾ ദുബായിൽ കൊണ്ടുപോകുന്നു, അങ്ങനെ പോകുന്നു ഒന്നും വിചാരിച്ചിട്ടില്ല. എന്നാൽ വിചാരിക്കാത്തൊരു സംഭവം നമ്മൾ നടത്തി. അതായത് നമ്മൾ എന്ത് ചെയ്ത് ഒരാഴ്ചത്തെ ഒരു 7 ദിവസത്തെ ട്രിപ്പ് അങ്ങോട്ട് ദുബായിലോട്ട് സെറ്റ് ചെയ്ത് നമ്മൾ പ്ലാൻ ചെയ്ത് എൻ്റെ അമ്മയും അച്ഛനും പിന്നെ അമ്മാവനും അമ്മായും കൂടെ ദുബായിലോട്ട് വന്നു. അപ്പോൾ ദുബായിലിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ അതങ്ങനെ പോട്ടെ. ഞാൻ ഇപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലേണിംഗ് ക്ലബ്ബ് ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ലേണിംഗ് ക്ലബ്ബ് കൊടുത്തിട്ടുണ്ട്. വെബ് ഡിസൈനിങ്ങിൻ്റെ ലേണിംഗ് ക്ലബ്ബ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു 20 ദിവസം കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് പുതിയ ആൾക്കാർ ഇപ്പോഴും കടന്നു വരുന്നുണ്ട്. പലർക്കും ബേസിക് കോഡിങ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല, ബേസിക് കോഡിങ് കഴിയുന്നുള്ളൂ, അപ്പോൾ സപ്പോർട്ട് ഇനിയും വേണമെന്നൊക്കെ പറഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നവംബർ 15th വരെ ലേണിംഗ് ക്ലബ്ബ് എക്സ്റ്റെൻഡ് ചെയ്യണം ആ ലേണിംഗ് ക്ലബ്ബ്. അപ്പോൾ ആ അപ്ഡേഷനാണ് ലേണിംഗ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 15ാം തീയതി വരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിച്ച് പറഞ്ഞ് പഠിക്കാനുള്ള അവസരം പ്രോട്ടോടൈപ്പ് തന്നെയാണ്. അതായത് നമ്മുടെ ചാനലിൻ്റെ ഫുൾ സപ്പോർട്ട്. മലയാളത്തിൽ നിങ്ങൾക്ക് ഡൗട്ടുകൾ ചോദിക്കാം, എല്ലാ കാര്യങ്ങളും ടെലഗ്രാം ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ സപ്പോർട്ട് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പോൾ പുതിയ കടന്നു വരുന്ന പല ആൾക്കാരും എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുന്നുണ്ട്, പലയിടത്തും മെസ്സേജ് അയക്കുന്നുണ്ട്. ആ ഡൗട്ട് ഈ ക്ലിയർ, ആ ഒരു ഇഷ്യൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഡൗട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ വാച്ച് ചെയ്യുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ഇതിന് താഴെ ലിങ്ക് ഉണ്ട്, ലേണിംഗ് ക്ലബ്ബിലോട്ട് ജോയിൻ ചെയ്യാനുള്ള ആ ലിങ്കിൽ കയറുക. ഇപ്പോഴും ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നവംബർ 15th വരെ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. ഡൗട്ട് ചോദിക്കുക, ക്ലിയർ ചെയ്യുക, പഠിക്കുക, സെറ്റാക്കുക, കരിയർ സെറ്റാക്കിയിട്ട് ഇതുപോലെ നമ്മുടെ പാരൻസ്, നമ്മുടെ കുടുംബക്കാരൊക്കെ ഹാപ്പി ആക്കാനുള്ള ഒരുപാട് പരിപാടികൾ പ്ലാൻ ചെയ്യുക. അതുപോലെ ഈ ലേണിംഗ് ക്ലബ്ബിന് പ്രത്യേകത തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ലേണിംഗ് ക്ലബ്ബ് കഴിയുമ്പോൾ കുറച്ച് മുന്നേ ഒരു മീറ്റപ്പ് നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. മീറ്റപ്പ് നമ്മൾ എവിടെയാണ്, നമ്മുടെ കാലിക്കറ്റ് പുതിയ ഹബിൽ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുപോലെ തന്നെ ഇത്തവണയും കൂടെ, അതായത് നമ്മുടെ കാലിക്കറ്റ് ഒരു പുതിയ ഓഫീസ് കൂടി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. നവംബർ 10th ഏകദേശം ആകുമ്പോൾ ഓപ്പൺ ചെയ്യേണ്ടതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏകദേശം വർക്ക് തീരുന്ന വിചാരിക്കും. ഒരു പുതിയ ഫ്ലോർ എടുക്കുക, ഇൻഫ്രാ കാക്കഞ്ചേരി ഒരു ഫ്ലോർ കൂടി നമ്മൾ എടുത്തിട്ടുണ്ട്. ഒരു 300ഓളം സീറ്റും കൂടെ, ഓൾറെഡി ഒരു 300 സീറ്റുണ്ട്. ഇപ്പോൾ 600 സീറ്റിന് വലിയ ഹബ്ബായിട്ട് മാറുകയാണ് കാക്കഞ്ചേരി. അത് നമ്മൾക്ക് ഇനാഗുറേഷൻ ഒരു തകർപ്പിന് ഇവൻ്റായിട്ട് വേറെ നമ്മൾ അനൗൺസ് ചെയ്ത് ചെയ്യും. നവംബറിലൊക്കെ ഒരുപാട് ഇവൻ്റാണ്. 3 ഇവൻറ്റ് നമ്മൾ ഒരു നല്ല 3 ഇവൻറ്റുകൾ വെച്ചിട്ടുണ്ട്. അതിൽ ഒരു ഇവൻ്റ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമുക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു ഡയറക്റ്റ് മീറ്റപ്പിനുള്ള പുതിയൊരു ഇവൻ്റ് കൂടി വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് വെരി സൂൺ ചാനല് ട്യൂൺ ചെയ്തിരിക്കുക. നമുക്ക് ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒരു സാധനം കിട്ടില്ല, സാധനം തരും. അതായത് ആ ഇവന്റിന് ഒരു 300 പേർക്ക് എൻട്രി ഉണ്ടാവും. 300 പേർക്ക് ക്ലോസ് സർക്കിൾ എൻട്രി ആയിരിക്കും. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അടുത്ത വീഡിയോയിൽ തരുന്നതായിരിക്കും. അതിന് പുറമെ ഞങ്ങളുടെ ഏകദേശം 330 ആൾക്കാർ പ്ലേസ്ഡ് ആയി എന്ന് പറഞ്ഞു. ഇപ്പോൾ അടുത്ത 400 വെയിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ അതെല്ലാം കൂടി ആയിട്ട് ഒരു അലുമിനി വലിയൊരു മീറ്റപ്പ് ഞങ്ങൾ ബാംഗ്ലൂർ വേറെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ഭയങ്കര ക്ലോസ്ഡ് നെറ്റ്വർക്കാണ്. ഈവൻ ഞങ്ങളുടെ ടീമിലെ പോലും വളരെ കുറച്ച് മെമ്പേഴ്സിന് മാത്രം എൻട്രി ഉള്ള ഒരു ഡിഫറൻറ്റ് ഇവന്റ് അവിടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാംഗ്ലൂരിൽ ഇവന്റ് ഉണ്ട്, ഞങ്ങളുടെ ഇനാഗുറേഷൻ ഇവന്റ് ഉണ്ട് കാലിക്കറ്റത്തെ. അതിന് പുറമെ നമ്മൾ സബ്സ്ക്രൈബേഴ്സിന്റെ ഒരു 300 പേരുടെ മീറ്റപ്പും വെച്ചിട്ടുണ്ട്. സോ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ഈ നവംബർ തന്നെ ഹോസ്റ്റ് ചെയ്യും. അതിന്റെ അപ്ഡേഷൻ അടുത്ത് തന്നെ തരാം. അപ്പോൾ ഈ ഒരു ലേണിംഗ് ക്ലബ്ബ് പഠിക്കാൻ വരുന്ന ആൾക്കാരെല്ലാവർക്കും അതിൽ ജോയിൻ ചെയ്യാം. അതായത് ഈ ലേണിംഗ് ക്ലബ്ബ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഈ ഇവന്റിന്, ആ 300 പേരുടെ ഈ ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുള്ളൂ. എന്നുള്ള ആ ഗ്രൂപ്പിലായിരിക്കും അതിന്റെ ലിങ്കും ജോയിൻ ലിങ്കും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുക. വീഡിയോ മാത്രമേ ഇവിടെ അനൗൺസ് ചെയ്യുള്ളൂ. ഗ്രൂപ്പിൽ കയറാൻ, ലേണിംഗ് ക്ലബ്ബിന്റെ ഗ്രൂപ്പിൽ കയറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഇവന്റിൽ പങ്കെടുക്കാനുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. നമ്മൾ പല ആൾക്കാരും, ഇപ്പോൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരുടെ പല ആൾക്കാരുടെയും പാരൻസ് ആ വീട് വിട്ടിട്ട് അല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് അപ്പുറത്തേക്ക് പോകാമെന്നോ അല്ലെങ്കിൽ അവരുടെ ലൈഫ് ഒരു ഡിഫറൻ്റ് ആയിട്ട് എൻ്റർടൈൻ ചെയ്യാമെന്നോ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അവർക്ക് നമ്മൾ മക്കൾ എന്നുള്ള രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വലിയ കാര്യങ്ങളൊന്നാണ് നമ്മളെന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട്, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്തിട്ട് കുറച്ച് നല്ല രീതിയിൽ അച്ചീവ് ചെയ്യാൻ ശ്രമിച്ചിട്ട് അതിൻ്റെ സന്തോഷം നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ അതെല്ലാവരും കീപ്പ് ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും വളർന്നു വരുന്ന എല്ലാ യൂത്തും നമ്മൾ കീപ്പ് ചെയ്യണം, ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യമാണ്. നമ്മുടെ പാരൻസിന് അങ്ങനെയുള്ള ഡിഫറൻറ്റ് സ്ഥലത്ത് പോകാനും ഹാപ്പിനെസ്സും ഒക്കെ കൊടുക്കാനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അച്ചീവ് ചെയ്യണം. നമ്മൾ അച്ചീവ് ചെയ്താലേ നമുക്ക് എന്ത് പറ്റുള്ളൂ, മറ്റുള്ളവർക്ക് ഇങ്ങനെ കാര്യങ്ങൾ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഇവിടെ രസമായിട്ട് പോകണം. ഒരു എല്ലാ ഏരിയാസും കറങ്ങി. ഇപ്പോൾ ദുബായിലൊക്കെ ഒരു ബുർജ് ഖലീഫ, ഫ്രെയിം, പിന്നെ എവിടെയൊക്കെയാണ് ഒരുപാട് സ്ഥലങ്ങൾ കറങ്ങി. ഡെസേർട്ട് സഫാരിക്ക് പോയി. ഞാൻ അടുത്ത് 1-2 ഫോട്ടോസൊക്കെ ആഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ. അപ്പോൾ എല്ലാം കൊണ്ടും ഒരു 1 വീക്ക് തകർപ്പ്. ഇനി 2 ദിവസം കൂടെ ഉണ്ട് കറങ്ങാൻ. ഇനി പല സ്ഥലങ്ങളും അതേപോലെ നാട്ടിലുള്ള പല ആൾക്കാരെ കാണാൻ പോകാനും പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നടക്കുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദുബായിൽ വന്നപ്പോഴും നമ്മളെ ദുബായ് മൊത്തം കറക്കാൻ വേണ്ടി നമ്മൾ ബാപ്പു ഇവിടെ ഫുൾ ടൈം, ബാബു ഇവിടെ ഉണ്ട്, വാ ബാപ്പുവിൻ്റെ നൗഷാദ് എന്ന് പറയണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങള് വിളിക്കലെ പേരാണ്. അപ്പോൾ ഇതാണ് നൗഷാദ് ബ്രോ ഫ്രം പരപ്പനങ്ങാടി, ചെട്ടിപ്പടി എന്ന് പറയുന്നത്.
അപ്പോൾ അവിടെയാണ് ബ്രോയുടെ വീട്. ഇപ്പോൾ നമ്മളെ ഫുൾ ദുബായ് ഫുൾ കറക്കണ ഇവരാണ്. അതിന് പിന്നെ വേറെ കുറേ ആൾക്കാരുണ്ടല്ലേ, നമ്മളെ വേറെ കുറേ ആൾക്കാരുണ്ട്, വേറെ കുറേ ആൾക്കാരെ വഴി ഒരു കണക്ഷനൊക്കെ. അപ്പോൾ ഫുൾ ദുബായിലെ മുക്കും മൂലയും അറിയാം. മാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അപ്പനോട് പറയും മാപ്പ് ഓഫ് ചെയ്യും, മാപ്പ് ഇട്ടാൽ ഞാൻ പോരില്ല എന്ന് പറയും. ഞാനിപ്പോൾ ഓഫ് ചെയ്തിട്ടാണ് റൂട്ടുകളിലൂടെ പോണത്. പല സ്ഥലത്തും കുടുങ്ങിയിട്ടുണ്ട്, കുഴപ്പം ചെന്നാലും. എവിടെ കുടുങ്ങി? ഒരു സ്ഥലത്ത് പോലും കുടുങ്ങിയിട്ടില്ല. അപ്പോൾ ഇതാണ് ബാപ്പു. ബാക്കി എല്ലാവരും ഞാൻ കാണിക്കാം. ഇതാണ് അമ്മ, ഇതാണ് അച്ഛന്, ഇതാണ് മാമന്, അതേപോലെ അമ്മായി. ഇത്രയും പേരാണ് ഇങ്ങോട്ട് പോന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളെന്തായാലും ഇവിടെ എക്സ്പ്ലോർ ചെയ്യട്ടെ, 2 ദിവസം കൂടി കറങ്ങിയിട്ട് നേരെ നാട്ടിലോട്ട് വരാം. നിങ്ങളോട് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ആ ലേണിംഗ് ക്ലബ്ബ് 15 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആരെങ്കിലും ഐ.ടി.യിലോട്ട് കടക്കാൻ താല്പര്യമുള്ള ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യുക. 15 ദിവസത്തോളം ഇനിയും സപ്പോർട്ട് ഫ്രീ ആയിട്ട് കിട്ടും. സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ പഠിച്ച് പെട്ടെന്ന് കാര്യങ്ങൾ ഇനീഷ്യൽ കാര്യങ്ങൾ പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. സോ അത് യൂസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടാണ്ട് ഇപ്പോൾ പലരും ഇപ്പോഴും അയക്കണം, മെസ്സേജ് അയക്കണം, എല്ലാവരോടും പറയാനുള്ളത്, ഈ റീസെൻ്റ്ലി വന്നിട്ടുള്ള എല്ലാ സബ്സ്ക്രൈബേഴ്സിനോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ചാനൽ കണ്ടിട്ട് ആയിരക്കണക്കിന് ആൾക്കാർ മാത്രം പഠിച്ചിട്ട് ജോലിക്ക് കയറുന്നുണ്ട്. അത് ഡിഗ്രിയോ മാർക്കോ അതൊന്നും വിഷയമല്ലാതെ, അതുപോലെ തന്നെ ബ്രോക്യാമ്പിലോട്ട് വന്നിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർ വേറെയുണ്ട്. അപ്പോൾ പല ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഒരു ലാപ്ടോപ്പ്, ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ വീട്ടിലിരുന്ന് ഫ്രീ ആയിട്ട് പഠിച്ചിട്ട് നല്ല സാലറിയുടെ ജോബിലോട്ട് കയറാം. അങ്ങനെ ഈവൻ 1 lakh വരെ മന്ത്ലി മേടിച്ച കുട്ടികളുടെ പ്രൊഫൈൽ വരെ നമ്മൾ ഓൾറെഡി ഷെയർ ചെയ്ത് ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിലെ വീഡിയോസ് എല്ലാവരും നോക്കുക. അതുപോലെ ഈ ലേണിംഗ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ട് വരുന്ന സപ്പോർട്ട് പ്രോഗ്രാം എപ്പോഴാണോ ഹോസ്റ്റ് ചെയ്യണത് അപ്പോൾ നിങ്ങളത് പങ്കെടുക്കാൻ ശ്രമിക്കുക. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഓപ്ഷനാണ് സപ്പോർട്ട്. അതായത് സപ്പോർട്ട് വരുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഇനീഷ്യലി കോഡിങ് പഠിക്കുന്ന ഒരാൾക്ക് ഇൻസ്റ്റാളേഷൻ ഇഷ്യൂ അല്ലെങ്കിൽ ബേസിക് സംഭവങ്ങളുടെ ഡൗട്ട്, ഈ കാര്യങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. ഇത് വരുമ്പോൾ ഒരു ഹ്യൂമൻ സപ്പോർട്ട് ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് അങ്ങോട്ട് എന്താ ചെയ്യാൻ പറ്റും, ആ ഒരു ജമ്പിങ് പോസിബിൾ ആക്കാൻ പറ്റും. സോ അത് യൂസ് ചെയ്യുക. 2 പ്രോഗ്രാമാണ് ഇതിലുള്ളത്. ഒന്ന് അണ്ടർഗ്രേഡ് കോഡിംഗ് ചലഞ്ചിന് ബേസിക് കോഡിംഗ് സീരീസിനെ ബേസ് ചെയ്തിട്ടുള്ളൂ, അതുപോലെ വെബ് ഡിസൈനിങ്ങിനെ ബേസ് ചെയ്തിട്ടുള്ള 2 സീരീസും ഉണ്ട്. സോ രണ്ടും വർക്കൗട്ട് ചെയ്യുക. 15 ദിവസം കൂടെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്യുക, സെറ്റാക്കുക. ഞങ്ങളെന്തായാലും ദുബായ് തകർക്കട്ടെ. ഫാമിലി ട്രിപ്പ് കഴിഞ്ഞിട്ട് ഈ മാസത്തെ ഒരുപാട് ഇവൻറ്റും, അതേപോലെ നമുക്ക് നേരിട്ടൊരു 300 പേർക്ക് നമുക്ക് മീറ്റ് ചെയ്യാം, പരിപാടികളൊക്കെ നടത്താം. അതേപോലെ കാലിക്കറ്റിലെ പുതിയ ഞങ്ങളുടെ സ്പേസ് ഇനാഗുറേഷൻ പരിപാടികളൊക്കെ വരുന്നുണ്ട്. എല്ലാം കൂടെ ആയിട്ട് ഫുള്ള് ബിസിയാണ്. ഇനി അങ്ങോട്ട് നവംബർ ഡിസംബറൊക്കെ വേറെ കുറേ പ്രോഗ്രാമുകൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. സോ എല്ലാത്തിനും കാണാം, എല്ലാത്തിനും സപ്പോർട്ട് വേണം. സീ യു.